അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടും ലൈലത്തുൽ ഖദറാവാൻ സാധ്യതയുള്ള ഒരു രാത്രിയാണ് ഇന്ന്. ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളിയാഴ്ച രാവും ഒറ്റയിട്ട രാവും കൂടി ഒരുമിച്ച് കൂടിയാൽ അന്ന് ലൈലത്തുൽ ഖദറാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കളിതമാശകൾ ഒഴിവാക്കി കുറച്ചൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ഛയ്ക്ക് വഴിപ്പെടാതെ നമ്മളെക്കൊണ്ട് കഴിയുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വേണേ ഇന്ന് ഉറങ്ങാൻ. രാത്രി ഹയാത്താക്കാൻ കഴിയുന്നവർ ഹയാത്താക്കുക. രാത്രി പകുതിയോളം ഇരുന്നു കൊണ്ട് ദിക്റും മറ്റും ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാഹു തആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. ലൈലത്തുൽ ഖദറിൽ ഒരാൾ ഇബാദത്ത് ചെയ്താൽ 84 വർഷവും ചില്ലര മാസവും ഇബാദത്ത് ചെയ്ത കൂലിയാണ് കിട്ടാൻ പോകുന്നത്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ലൈലത്തുൽ ഖദർ ഇന്നാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, സാധ്യത നന്നായി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ദിക്ർ, സ്വലാത്ത്, മറ്റുള്ള നല്ല കാര്യങ്ങളിലേക്ക് മടങ്ങുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാമായിരുന്നു എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന്. അത് പറയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് പുറത്തിറങ്ങുമ്പോൾ 2 സ്വഹാബികൾ തമ്മിൽ ശണ്ട കൂടുന്നതായി, തർക്കം കൂടുന്നതായി കണ്ടു. അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും അവരുടെ പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്തപ്പോഴേക്ക് ലൈലത്തുൽ ഖദർ എന്നാണെന്ന കാര്യം റസൂലുള്ളാഹിക്ക് മറപ്പിക്കപ്പെട്ടു. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അല്ലെങ്കിൽ ജനങ്ങൾ അന്ന് മാത്രം ഇബാദത്ത് ചെയ്യുകയും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ മടിയന്മാരും അതുപോലെ തന്നെ ശ്രദ്ധയില്ലാതെ ഇബാദത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ അശ്രദ്ധവാന്മാരുമായി പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ 21 മുതൽ 29 രാവിൽ ഇങ്ങനെ ഒറ്റയിട്ട രാവുകളിൽ നാം പ്രതീക്ഷിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.